ഹായ് ഓൾ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി നേരെ പ്രോബ്ലം സെഷനിലോട്ട് കിടക്കാം. പ്രോബ്ലം സെക്ഷനിൽ ഞാനൊരു പുതിയ ടൈപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് എടുക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ കുറെ പേര് പറഞ്ഞു സാറേ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന്. നമുക്ക് ആ ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറ്റാം. ഇനി നമ്മൾ ഇങ്ങനത്തെ പിക്ചർ പ്രോബ്ലംസ് ആയിരിക്കും കാണിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് വളരെ സുഖമാണ്. കാരണം ഞാനത് നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ ഇമേജ് ഷെയർ ചെയ്താൽ മതി. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏകദേശം ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എന്താ പറയുക കീമിനൊക്കെ ചോദിക്കാറ്. നീറ്റിനും വ്യത്യസ്തമല്ല സ്ഥിതിയൊന്നും. IIT-ക്കും ഇതേപോലെ തന്നെ ഇതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്. Two rods of length L1 and L2 are made of materials whose coefficient of linear expansions are alpha 1 and alpha 2. ഓക്കെ, അപ്പോ നമ്മളെ കയ്യിൽ എന്തുണ്ട്? രണ്ട് മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു മെറ്റീരിയൽ ആണ്, മറ്റൊരു മെറ്റീരിയൽ ആണ്. ഒന്നാമത്തെ മെറ്റീരിയലിന്റെ ലെങ്ത് L1 ആണ്, രണ്ടാമത്തെ മെറ്റീരിയലിന്റെ ലെങ്ത് L2 ആണ്. ഓക്കെ, ഒന്നാമത്തെ മെറ്റീരിയലിന്റെ ലീനിയർ എക്സ്പാൻഷൻ ആൽഫ 1 ആണ്, രണ്ടാമത്തെ മെറ്റീരിയലിന്റെ ആൽഫ 2 ആണ്. ഓക്കെ, if the difference between the two length is independent of temperature then. ഓക്കെ, അപ്പോ ഇതിന് നമ്മൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് കൊടുത്ത് എന്താ സംഭവിക്കുക? ഇതെന്തായാലും ഇലോങ്ങേറ്റ് ചെയ്യും അല്ല. അപ്പൊ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ രണ്ടിന്റെയും ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യം ഒരു L1 എന്നുള്ള ലെങ്ത് ഉണ്ടാവും, പിന്നെ ഇത് ഇലോങ്ങേറ്റ് ചെയ്യും. ഹീറ്റ് കൊടുക്കുമ്പോൾ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ വേറെ ലെങ്ത് എത്തും, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ലെങ്ത് എത്തും, ഒരു ഫൈനൽ ലെങ്ത് എത്തും. സോ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ലെങ്ത് മാറും. അതാണ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെ ഡിഫറൻസ് എന്താ പറയാ? അപ്പൊ സപ്പോസ് ഇത് രണ്ടും മൈനസ് ചെയ്ത ഡിഫറൻസ് എന്താ പറയാ, ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഏത് റിലേഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആൽഫ 1 ഈസ് ഈക്വൽ ടു ആൽഫ 2. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഈ ലെങ്ത് അതേപോലെ ആൽഫ, ഇതിനൊക്കെ അതേപോലെ ടെമ്പറേച്ചർ ടി, ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ലീനിയർ എക്സ്പാൻസിറ്റീവിൽ അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻസിവിറ്റിയിൽ ലീനിയർ എക്സ്പാൻഷനിൽ പഠിച്ചിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി വെക്കാം. എന്തായിരുന്നു ആ ഇക്വേഷൻ? L ഈസ് ഈക്വൽ ടു L0 ഇൻറ്റു 1 പ്ലസ് എന്താ പറയാ ആൽഫ ടി ആയിരുന്നു. ഇതിൽ L0 എന്ന് പറഞ്ഞ ആദ്യത്തെ ഇനീഷ്യൽ ടെമ്പറേച്ചർ, L എന്ന് പറഞ്ഞ ഫൈനൽ ടെമ്പറേച്ചർ ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഇവിടുന്ന് ഒരു പുതിയ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. L ഈസ് ഈക്വൽ ടു ഈ L0 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ആദ്യം L0 ഇൻറ്റു 1 എന്താണോ L0 ആണ്, പ്ലസ് വീണ്ടും L0 ഇൻറ്റു ആൽഫ ടി എന്താണ്? L0 എന്താണ്? ആൽഫ ടി ആണ്, അല്ലെ? സോ L ഈസ് ഈക്വൽ ടു L0 പ്ലസ് L0 ആൽഫ ടി ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഈ പ്ലസ് L0 ഞാൻ ഇങ്ങോട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും? L മൈനസ് L0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? L0 ആൽഫ ടി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഈ L മൈനസ് L0 എന്ന് പറഞ്ഞാൽ അതാണ് ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഡെൽറ്റ L. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ L മൈനസ് L0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ L ആണ്. സോ അത് അറിയാത്തവർ എഴുതി വെക്കാം. നമ്മൾ പുതിയ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. L മൈനസ് L0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഓഫ് ലെങ്ത്. ഓക്കെ, അതായത് ഇനീഷ്യൽ ലെങ്ത് ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത് ആണ്. സോ ഡിഫറൻസ് ഓഫ് ലെങ്ത് നമ്മൾ പറയുന്നത് വേണം ഡെൽറ്റ L. സോ ഡെൽറ്റ L ഈസ് ഈക്വൽ ടു L0 ഇൻറ്റു ആൽഫ ടി എന്ന് പറഞ്ഞു. സോ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. കാരണം ഇത് നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ്. സോ ഈ ഇക്വേഷൻ കൊണ്ട് നമുക്ക് കുറെ ഉപകാരങ്ങളുണ്ട്. സോ അടുത്ത പ്രോബ്ലത്തിലൊക്കെ നമ്മൾ നേരെ ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഡെൽറ്റ L ഈസ് ഈക്വൽ ടു L0 ഇൻറ്റു ആൽഫ ടി. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ നോക്കണം. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ ബിഫോർ ദാറ്റ് നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് ഒന്നുകൂടെ പോവാം. ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞ സംഭവം എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ലെങ്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കേസിലും ടി സെയിം ആയിരിക്കും. സോ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ലെങ്ത് ഇങ്ങനെയാണ് വരിക. സോ ഡെൽറ്റ L ഈസ് ഈക്വൽ ടു എന്താണ്? L0 ഇൻറ്റു ആൽഫ ടി ആണ്. ഓക്കെ, L0 ഇൻറ്റു ആൽഫ ടി, ബ്രാക്കറ്റ് ഒന്നും വേണ്ട, L0 ആൽഫ ടി. സോ L0 ആൽഫ ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ മെറ്റീരിയൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡെൽറ്റ L നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ L1 ഈസ് ഈക്വൽ ടു L0 ക്ക് ഞാൻ L1 എന്ന് കൊടുത്തു, L1 ഇൻറ്റു ആൽഫ ടി എന്ന് എടുത്തു. അതുപോലെ രണ്ടാമത്തെ മെറ്റീരിയലിന് എന്ത് കൊടുത്തു? ആൽഫ 1 എന്ന് കൊടുക്കണേ. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൽഫ ഡിഫറെന്റ് ആണ്. കാരണം ഒന്നാമത്തിന് L1 ആണ്, പിന്നെ ആൽഫ 1 ആണ്, രണ്ടാമത്തിന് L2 ആണ്, ആൽഫ 2 ആണ്, അല്ലെ? സോ സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ L1 ഈസ് ഈക്വൽ ടു ആൽഫ 1 ഡെൽറ്റ ടി, ആൽഫ 1 ഇൻറ്റു ടി. അതുപോലെ ഡെൽറ്റ L2 എന്ത് വരും? ഡെൽറ്റ L2 ഈസ് ഈക്വൽ ടു ആൽഫ 2 L2 ഇൻറ്റു ആൽഫ ടി. ഓക്കെ, ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ടു ലെങ്ത്, അത് രണ്ടും ഈക്വൽ ആണ്. കാരണം ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ലെങ്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ, അതായത് രണ്ടും ഇക്വേറ്റ് ചെയ്യാനാണ് അവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അതായത് ഡെൽറ്റ L1 ഉം ഡെൽറ്റ L2 ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ L1 ഉം ഡെൽറ്റ L2 ഈക്വൽ ആയിരിക്കും. സോ എന്താ വരിക? ഡെൽറ്റ L1 എന്ന് പറഞ്ഞാൽ L1 ഇൻറ്റു ആൽഫ 1 ടി, L1 ഇൻറ്റു ആൽഫ 1 ഇൻറ്റു ടി. ഇവിടെ ടിക്ക് എന്താ കൊടുക്കാത്ത? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസിന് ഇൻഡിപെൻഡന്റ് ആണ്. അതേപോലെ L2 ഇൻറ്റു ആൽഫ 2 ഇൻറ്റു ടി എന്ന് കിട്ടി, അല്ലെ? ഓക്കെ അല്ലെ?
ഇനി ഈ ടിയും ടിയും ക്യാൻസൽ ചെയ്യാം. ഈ ടിയും ടിയും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? ഈ ടിയും ടിയും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? L1 alpha 1 equal to L2 alpha 2 എന്ന് കിട്ടും. സോ L1 alpha 1 equal to L2 alpha 2. സോ അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. L1 alpha 1 equal to L2 alpha 2 അല്ലെ? സോ L1 alpha 1 അതായത് കറക്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി ഇതാണ് L2 alpha 2 ആണ്. അപ്പൊ ഓപ്ഷനില് ഓക്കെ, ഓപ്ഷനിൽ L1 alpha 1 പകരം alpha 1 L1 ആണ്. അപ്പൊ തിരിച്ചിട്ടൂടെ എന്ത് alpha 1 L1 equal to alpha 2 L2. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ് ഉണ്ട്, ഓപ്ഷൻ എ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ. സോ ഒന്നുമില്ല, നമ്മൾ ഈ പുതിയ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ഇവിടെ പെട്ടിയിട്ട് വെക്കണം. ഡിഫറൻസ് ഓഫ് ലെങ്ത് ചോദിച്ചാൽ L0 into alpha t ചെയ്താൽ മതി. ഓക്കെ, സോ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം, സോറി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. എന്താണ് അടുത്ത പ്രോബ്ലം നോക്കാം. ഓക്കെ, സോ ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ഇതാണ്. അത് ഓക്കെ, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. സോ ഈ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ദിസ് ഈസ് അവർ 10th ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് നോക്കാം. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ? എല്ലാവരും ഒന്ന് വായിക്കും. അപ്പൊ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ, ചെയ്യാനും വളരെ എളുപ്പമാണ്, വലിയ തോതിലുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നോക്കാം. എ ലിക്വിഡ് ഹാവിംഗ് ക്യൂബിക്കൽ എക്സ്പാൻസിവിറ്റി ആൽഫ. ഓക്കെ, ഒരു ലിക്വിഡിന്റെ ക്യൂബിക്കൽ എക്സ്പാൻസിവിറ്റി എന്ന് പറഞ്ഞാൽ സോറി ഗാമയാണ്. ഗാമ ഈസ് ഫിൽഡ് ഇൻ എ കണ്ടെയ്നർ ഹാവിംഗ് ലീനിയർ എക്സ്പാൻസിവിറ്റി ആൽഫ. ഓക്കെ, അപ്പോ ഒരു ലിക്വിഡ്, നമ്മുടെ കയ്യിൽ ഒരു ലിക്വിഡ് ഉണ്ട്. സോ ആ ലിക്വിഡിന്റെ ഓൾറെഡി ആ ലിക്വിഡിന്റെ ക്യൂബിക്കൽ എക്സ്പാൻസിവിറ്റി ആട്ടോ പറയണേ. അപ്പോൾ ആ ലിക്വിഡിന്റെ ക്യൂബിക്കൽ എക്സ്പാൻസിവിറ്റി ഗാമയാണ്. അതേപോലെ അതിനൊരു ലീനിയർ എക്സ്പാൻസിവിറ്റി ഉണ്ട്, അത് ആൽഫയാണ്. എന്തായാലും ആയിക്കോട്ടെ. If on heating the liquid level remains stationary, നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴും ഇതിന്റെ ലെവൽ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ then ഏത് റിലേഷനാണ് കറക്റ്റ് എന്നാ ചോദിച്ചത്. ഗാമ is equal to 2 alpha, ഗാമ greater than 3 alpha, ഗാമ less than 3 alpha, ഗാമ is equal to 3 alpha. അപ്പൊ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. സോ നമുക്കത് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് എവിടെ കണ്ടാലും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ട ഇക്വേഷൻ എന്താ അറിയോ? ഗാമ റിയൽ. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ഗാമ റിയൽ ഈസ് ഈക്വൽ ടു ഗാമ അപ്പാരന്റ്. ഓക്കെ, ഗാമ റിയൽ ഈസ് ഈക്വൽ ടു ഗാമ അപ്പാരന്റ് പ്ലസ് ഗാമ വെസൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയാ ഒരു ഇക്വേഷൻ ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ലിക്വിഡിന്റെ ഏത് പ്രോബ്ലം കണ്ടാലും ഈ ഇക്വേഷനാണ് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നത്. ഗാമ റിയൽ ഈസ് ഈക്വൽ ടു ഗാമ അപ്പാരന്റ് പ്ലസ് ഗാമ വെസൽ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഗാമ വെസൽ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലിക്വിഡ് ലെവൽ റിമെയിൻ സ്റ്റേഷനറി. ഓക്കെ, ലിക്വിഡ് ലെവൽ റിമെയിൻ സ്റ്റേഷനറി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ പറയുക? അതായത് ലിക്വിഡ് ലെവൽ റിമെയിൻ സ്റ്റേഷനറി, അതായത് ലിക്വിഡ് ലെവലിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെയൊക്കെ കണ്ടാൽ അതിനർത്ഥം ഇവിടെയുള്ള അപ്പാരന്റ് ഗാമ, അപ്പാരന്റ് ക്യൂബിക്കൽ എക്സ്പാൻസിവിറ്റി ഗാമ ആപ്പ് ഈസ് ഈക്വൽ ടു 0 ആവും. സോ ആ കാര്യം നിങ്ങൾ ഓൾറെഡി ഓർത്ത് വെക്കുക. സ്റ്റേഷനറി അല്ലെങ്കിൽ ഈ വാട്ടർ ലെവലിന് ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ അത് സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ അപ്പാരന്റ് ഗാമ എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. അപ്പാരന്റ് ഗാമ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഗാമ റിയൽ ഈസ് ഈക്വൽ ടു, ഇനി കിട്ടാൻ സിമ്പിൾ ആണ്. എന്താണ് ഗാമ റിയൽ ഈസ് ഈക്വൽ ടു? ഓക്കെ, ഗാമ റിയൽ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഗാമ വെസൽ എന്ന് നമുക്ക് എടുക്കാം. ഗാമ റിയൽ ഈസ് ഈക്വൽ ടു ഗാമ വെസൽ. ഇനി ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ 3 എക്സ്പാൻസിവിറ്റികൾ ഉണ്ട് അല്ലെ? ആൽഫ ഉണ്ട്, അതേപോലെ ബീറ്റ ഉണ്ട്, അതേപോലെ ഗാമ ഉണ്ട്. ഒരു റിലേഷൻ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. ഗാമ എന്ന് പറഞ്ഞാൽ എപ്പോഴും 3 ആൽഫ ആയിരിക്കും. അപ്പൊ പ്രത്യേകം നോക്കി വെക്കുക. ഗാമ എന്ന് പറഞ്ഞാൽ 3 ആൽഫ ആയിരിക്കും. സോ ഈ ഇക്വേഷൻ എപ്പോഴും ഓർത്ത് വെക്കുക. അപ്പോ ഇനി നമുക്ക് ഇവിടെ വളരെ സിമ്പിൾ ആണ്. ഗാമ റിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഗാമ തന്നെയാണ്. സോ ഗാമ ഈസ് ഈക്വൽ ടു ഗാമ വെസൽ എന്തായിരിക്കും? ഈ ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ ആയിരിക്കും. കാരണം ആ വെസലിന്റെതും പറഞ്ഞാല് അതിൽ വെസൽ എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാക്കിയ മെറ്റീരിയൽ എന്തായാലും ലീനിയർ എക്സ്പാൻസിവിറ്റി ആണ് കാണിക്കുക, ആൽഫ. സോ ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ. സോ നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു സാധനം ഓപ്ഷനിൽ ഉണ്ടോന്ന്. സോ ഗാമ ഈസ് ഈക്വൽ ടു, അപ്പൊ ഈ ഇക്വേഷനാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ. സോ നമുക്ക് നോക്കാം. യെസ്, ദ ആൻസർ ഈസ് 10D. ഗാമ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3 ആൽഫ എന്ന് കിട്ടും. സോ അത് പ്രത്യേകം നോക്കി വെക്കുക. ഓക്കെ, സിമ്പിൾ ആണ് പരിപാടി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പൊ ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ. ഇനി ബീറ്റയും എന്താ പറയാ ആൽഫയും തമ്മിലുള്ള വേറെ റിലേഷൻ ഉണ്ട്, അത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ചെയ്യും. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, സോ കൺട്രോൾ എ ഡിലീറ്റ്. ഓക്കെ, കൺട്രോൾ വി കോപ്പി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ പറയുന്നത് നോക്കാം. എന്താണ്? എ തിൻ കോപ്പർ വയർ ഓഫ് ലെങ്ത് L increases in length by 1% when heat from 0 degree Celsius to 100 degree Celsius. അപ്പൊ നമ്മളെ കയ്യില് ഒരു കോപ്പർ വയർ ഉണ്ട്. അതിന്റെ ലെങ്ത് എത്ര? L ആണ്. അതിന്റെ ലെങ്ത് L ആണ്. പിന്നെ അതിന്റെ ലെങ്ത് എന്ത് ചെയ്തു? നമ്മള് 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന് ചൂടാക്കി.
0°C മുതൽ 100°C വരെ ഇതിനെ ചൂടാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? 0°C മുതൽ 100°C വരെ ഇതിനെ ചൂടാക്കിയപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ത് ചെയ്തു? 1% ഇൻക്രീസ് ചെയ്തു. എത്ര പെർസെന്റേജാ? 1% ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ ഒരു പാർട്ട് കഴിഞ്ഞു. ഇഫ് എ തിൻ കോപ്പർ പ്ലേറ്റ് ഓഫ് ഏരിയ 2L into L. അപ്പൊ പിന്നെ നമ്മളെ കയ്യിൽ വേറെ എന്തുണ്ട്? ഒരു കോപ്പർ പ്ലേറ്റ് ഉണ്ട്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2L into L ആണ്. അതായത് ലെങ്ത് L ആണ്. അപ്പൊ 2L into L ആണ് അതിന്റെ ലെങ്ത്. അതിന്റെ ഡയമെൻഷൻ അതാണ്. ഈസ് ഹീറ്റഡ് ത്രൂ ദ സെയിം റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. സോ 0 to 100°C തന്നെയാണ് ഇതിനും ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, 0 to 100°C തന്നെ ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഈസ് RA വിൽ ബി എന്നല്ല, ഏരിയ വിൽ ബി എന്നാണ് കേട്ടോ. ഏരിയ വിൽ ബി. ഓക്കെ, സോ ഇതിന്റെ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ ആണ് നമ്മൾ ചോദിച്ചത്. നമുക്കറിയാം ഏതൊരു സാധനത്തിന്റെയും പെർസെന്റേജ് ചേഞ്ച് എങ്ങനെ കാണാം? യൂണിറ്റ് ആൻഡ് ഡയമെൻഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലെങ്ത്തിന്റെ പെർസെന്റേജ് ചേഞ്ച് എങ്ങനെ കാണാം? ΔL/L into 100 ആണ്. നമ്മൾ പെർസെന്റേജ് എറർ ഒക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ ΔL/L into 100 ആണ്. അപ്പൊ ഏതൊരു സാധനത്തിന്റെയും പെർസെന്റേജ് ചേഞ്ച് നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ, എങ്ങനെ പെർസെന്റേജ് ചേഞ്ച് നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ ΔL/L into 100 ആണ്. അതായത് ΔL എന്ന് പറഞ്ഞ ചേഞ്ച് ആണ്, L എന്ന് പറഞ്ഞ ഇനീഷ്യൽ ആണ്, അത് into 100 ആണ്. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഇനീഷ്യൽ ലെങ്ത് into 100. അപ്പൊ ഏതൊരു സാധനത്തിന്റെയും എന്താ പറയുക ചേഞ്ച്, പെർസെന്റേജ് ചേഞ്ച് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ സോറി ചെയ്യേണ്ടത് ഈ ഒരു വിധത്തിലാണ്. ഇപ്പൊ പെർസെന്റേജ് ചേഞ്ച് ΔL/L into 100. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയൽ എക്സ്പാൻസിവിറ്റി ആണ്. ഇവിടെയോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ലീനിയർ എക്സ്പാൻസിവിറ്റി ആണ്. സോ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ചാർത്തി കൊടുത്താൽ മതി. നമുക്കറിയാം നമുക്ക് ഓൾറെഡി അറിയാം L ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചില്ലേ എന്താണ്? നമ്മൾ ΔL വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഞാൻ പറയണമെന്ന് പറഞ്ഞിരുന്നു. സോ ΔL ഈസ് ഈക്വൽ ടു എന്താ പറയാ? ΔL ഈസ് ഈക്വൽ ടു L0 എന്താ പറയാ? ആൽഫ ടി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ നമുക്ക് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച ഇക്വേഷൻ എന്തായിരുന്നു? A ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു എന്താ പറയാ 1 പ്ലസ് ബീറ്റ ടി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഏരിയൽ എക്സ്പാൻഷൻ ഇക്വേഷൻ ഉണ്ട്. അത് ഞാൻ ഡിറൈവ് ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ കാണാൻ പാഠം പഠിക്കുക. ΔA ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു എന്താ പറയാ ബീറ്റ ടി. ഓക്കെ, ΔA ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു ബീറ്റ ടി. അപ്പോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് നോക്കാം. ക്വസ്റ്റ്യനിൽ ΔL/L0, ഞാൻ തൽക്കാലം ഈ L0ക്ക് L എന്ന് എടുക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. ΔL ഈസ് ഈക്വൽ ടു L ആൽഫ ടി എന്ന് എടുക്കുകയാണ്. അതേപോലെ ഇവിടെ ΔA ഈസ് ഈക്വൽ ടു എന്താണ്? A ബീറ്റ ടി എന്ന് എടുക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ എല്ലിനെ താഴോട്ട് എടുത്തു. ഓക്കെ, ΔL/L ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ആൽഫ ടി എന്ന് കിട്ടി. ΔL/L ഈസ് ഈക്വൽ ടു ആൽഫ ടി. മക്കളെ ΔL/L എന്നാണ് പെർസെന്റേജ് എറർ. ഇവിടെ into 100 ആണ്, അത് വിഷയം നോക്കണ്ട. ഇവിടെ തന്നത് 1% ആണ്. അപ്പോ ഇവിടെ തന്ന 1% എന്ന് പറഞ്ഞാൽ ΔL/L ആണ്. കാരണം പെർസെന്റേജ് ചേഞ്ച് ആണ്. അപ്പോൾ ΔL/L നമുക്ക് എത്ര കിട്ടി? 1% എന്ന് കിട്ടി. സോ ΔL/L സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുത്തു? 1% എന്ന് കൊടുത്തു. സോ 1% ഈസ് ഈക്വൽ ടു ആൽഫ ടി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ആൽഫ ടി ഈസ് ഈക്വൽ ടു 1%. സോ ഇത് കഴിഞ്ഞു. നമുക്കിനി കാണേണ്ടത് ΔA/A ആണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ എത്രയെന്നാ ചോദിക്കുന്നത്. അപ്പൊ സോ ΔA/A ആണ് നമുക്ക് കാണേണ്ടത്. സോ ΔA, ഈ എനെ താഴോട്ട് കൊടുത്തു. ΔA/A ഈസ് ഈക്വൽ ടു ബീറ്റ ടി. നേരത്തെ ഞാൻ പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്. ഗാമ എന്ന് പറഞ്ഞാൽ 3 ആൽഫയാണ് അല്ലെ? അതേപോലെ തന്നെ വേറെ റിലേഷൻ ഉണ്ട്. ബീറ്റ എന്ന് പറഞ്ഞാൽ 2 ആൽഫ ആയിരിക്കും. അറിയാത്തവർ എഴുതി വെക്കുക. ഗാമ എന്ന് പറഞ്ഞാൽ 3 ആൽഫയാണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ 2 ആൽഫയാണ്. നമ്മൾ നേരെ ഇക്വേഷൻ എഴുതിട്ട് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും? ΔA/A ഈസ് ഈക്വൽ ടു ബീറ്റക്ക് പകരം 2 ആൽഫ ഇൻറ്റു ടി അല്ലെ? 2 ആൽഫ ഇൻറ്റു ടി. അടുത്ത സ്റ്റെപ്പിലോ ΔA/A ഈസ് ഈക്വൽ ടു, ഇവിടെ 2 ഉണ്ട്. അപ്പൊ 2 അവിടെ വെച്ചു. 2 ഇൻറ്റു ആൽഫ ടി. ആൽഫ ടി എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര? 1%. എത്ര? 1%. സോ 2 ഇൻറ്റു 1% എത്ര? ദാറ്റ് വിൽ ബി 2%. സോ ദ ആൻസർ ഈസ് ΔA/A എന്ന് പറയുന്നത് എത്ര? 2% ആയിരിക്കും. അതായത് പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് 2% ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. സോ ഓപ്ഷൻ ബി അതിലുണ്ടല്ലോ അല്ലെ? സോ 9th ആൻസർ എന്താ പറയാ? ഓപ്ഷൻ ബി ആണ്. എത്ര? 2%. നിങ്ങൾ ഓർക്കേണ്ടത് പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ΔL/L ആണ്. ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വെച്ചാൽ ഓൾറെഡി പെർസെന്റേജിലാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം തീരെ ഇല്ല. ഓക്കെ, സോ ഇതോടുകൂടെ ഈ ഒരു പ്രോബ്ലം കൂടെ നമ്മൾ തീർത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. സോ അപ്പൊ നമ്മൾ 2-3 പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. സമയം ഒന്ന് നോക്കട്ടെ കേട്ടോ. സോ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്തു, ഇത് ചെയ്തു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഉണ്ടാവും ഈ സെക്ഷനിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കാം. എന്താണ് ഈ പ്രോബ്ലം നോക്കാം. ഓക്കെ,
സോ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം. എന്താണ് ഇത്? വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കും. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്ര സംഭവമായിട്ട് നമ്മൾ കാണേണ്ട ക്വസ്റ്റ്യൻ ഒന്നും അല്ല. വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ് ഇത്. കീമിന് ഒരിക്കലും ചോദിക്കൂല. ഇത് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമേ ചോദിക്കുള്ളൂ, ഒന്നെങ്കിൽ IIT അല്ലെങ്കിൽ നീറ്റ്. ഓക്കെ. The temperature of a black body increases from 7 degrees Celsius to 287 degrees Celsius. അപ്പോൾ ഒരു ബ്ലാക്ക് ബോർഡിന്റെ ടെമ്പറേച്ചർ 7 ഡിഗ്രി സെൽഷ്യസ് 287 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കൂടി. സപ്പോസ് എന്താ പറയാം, ഞാൻ ഇതിന്റെ ആദ്യത്തെ ടെമ്പറേച്ചർ T1 എന്നും ഇതിനെ T2 എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ റേറ്റ് ഓഫ് എനർജി റേഡിയേഷൻ ബിക്കംസ്, അങ്ങനെയെങ്കിൽ 7 ഡിഗ്രിന്ന് 287 ഡിഗ്രി ആവുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എനർജി റേഡിയേഷന്റെ റേറ്റ് എത്ര ടൈംസ് ആവും എന്നാണ് പഠിച്ചത്. സോ നമുക്ക് ബോൾസ്മാൻ ലോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ ബോൾസ്മാൻ ലോ എന്ന് പറഞ്ഞാല്, സോറി ബോൾസ്മാൻ അല്ല, സ്റ്റീഫൻസ് ലോ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റെഫൻസ് ലോ. റേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, Q/T ഈസ് ഈക്വൽ ടു എന്താണ്, A ഇൻറ്റു സിഗ്മ റേസ് ടു T റേസ് ടു 4. ഓക്കെ. നമ്മുടെ റേറ്റും ടെമ്പറേച്ചറും മാത്രമേ തന്നിട്ടുള്ളൂ. സോ ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആണ്. എന്തെങ്കിൽ R ഈസ് ഈക്വൽ ടു Q/T എന്ന് എഴുതാം, അല്ലെങ്കിൽ R ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, A സിഗ്മ T റേസ് ടു 4 എന്ന് എഴുതാം. ഇവിടെ ഏരിയനെ പറ്റി പറഞ്ഞിട്ടില്ല, സിഗ്മ കോൺസ്റ്റന്റ് ആണ്. സോ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അതായത് T/4, അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ന്യൂമറേറ്ററിലാവുമ്പോൾ. സോ R പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും, T/4 എന്ന് കിട്ടും. R പ്രൊപ്പോർഷണൽ ടു T/4 കിട്ടും. അപ്പോ ഇതിങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, A പ്രൊപ്പോർഷണൽ ടു B നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, A പ്രൊപ്പോർഷണൽ ടു B, A1/A2 is equal to B1/B2 എന്ന് എഴുതാൻ പറ്റൂല. അതുപോലെ R പ്രൊപ്പോർഷണൽ ടു T/4 എങ്ങനെ എഴുതാൻ പറ്റും, R1/R2 is equal to T1/4 all divided by T2 raised to 4. T1 raised to 4 all divided by T2 raised to 4. ഇനി ഇവിടെ T1 തന്നിട്ടുണ്ട്. ഇവിടെ T1 എത്ര, 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ T2 എത്ര, 287 ഡിഗ്രി സെൽഷ്യസ് ആണ്. മക്കളെ, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഡിഗ്രി സെൽഷ്യസിൽ പ്രോബ്ലം ചെയ്യരുത്. നിങ്ങൾ ഇതിനൊക്കെ കെൽവിൻകാക്കണം. ഡിഗ്രിനെ എങ്ങനെ കെൽവിൻകാക്കും, ഡിഗ്രി സെൽഷ്യസ് തന്നിട്ട് കെൽവിൻകാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 273 ആഡ് ചെയ്താൽ മതി. ഓക്കെ. നിങ്ങൾക്ക് ഒരു സാധനത്തിന് കെൽവിൻകാക്കണം എന്നുണ്ടെങ്കിൽ 273 പ്ലസ് ഡിഗ്രി സെൽഷ്യസ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പൊ ഇവിടെ 7 ഡിഗ്രി തന്ന ഡിഗ്രി എത്ര, അതിന്റെ കൂടെ 273 കൂട്ടുക. സോ ഇവിടെ 7 ഡിഗ്രി ആണല്ലേ. സോ 7 പ്ലസ് 273 എത്ര കിട്ടും, 300 കെൽവിൻ എന്ന് കിട്ടും. 287 പ്ലസ് എത്ര പറയാം, 273. അപ്പൊ എത്ര കിട്ടും, 287ഉം 273 കൂടെ കൂട്ടിയാൽ എന്റെ നാട്ടിലെ 600 ആണ്. സോ 600 കെൽവിൻ. സോ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. കെൽവിൻ എങ്ങനെ ഡിഗ്രിക്ക് ആക്കുക, 273 പ്ലസ് എന്താ പറയാ സെൽഷ്യസ് കൂട്ടിയാൽ അത് കെൽവിൻ ആവും. ഓക്കെ, അത് കെൽവിൻ ആവും. സോ ഇത് 300 കെൽവിന്, ഇത് 600 കെൽവിൻ. ഇനി നമുക്ക് നേരെ ഇക്വേഷൻ കൊടുത്താൽ മതി. T1 300 കിട്ടി, T2 എത്ര കിട്ടി, 600 കിട്ടി. സോ R1/R2 ഈസ് ഈക്വൽ ടു, T1 എത്ര 300 ആണ്, അറ്റ് ദ സെയിം ടൈം T2 എത്ര 600 ആണ്. ഓൾ റേസ് ടു എന്താണ് 4 ഉണ്ട് കേട്ടോ, ഓൾ റേസ് ടു 4 ഉണ്ട്. ഇതിങ്ങനെ വെട്ടാൻ നിൽക്കരുത്, കാൽക്കുലേഷൻ എളുപ്പമാക്കുക. ആദ്യം 2 0 വെട്ടിയിടുക. ഓക്കെ. അപ്പൊ താഴെ 0 വെട്ടി, ഇവിടെ 3 6 ആണ് വെട്ടുക. അപ്പൊ എത്ര കിട്ടും, 1 2 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും, 1/2 ഓൾ റേസ് ടു 4 എന്ന് കിട്ടും. 1/2 ഓൾ റേസ് ടു 4 എത്ര, 2/4 എന്ന് പറഞ്ഞ എത്ര. സോ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ 1/4 എന്ന് പറഞ്ഞാൽ 1/4 തന്നെയാണ്. ഓൾ ഡിവൈഡ് ബൈ 2/4 എത്ര, 2/4 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 into 2. സോ 2 into 4 8 into 2 അപ്പോൾ 16 എന്ന് കിട്ടും. അതായത് 1/16 എന്ന് കിട്ടും. ഓക്കെ. അപ്പോ R1/R2 is equal to എത്ര കിട്ടി, 1/16 എന്ന് കിട്ടി. R1/R2 is equal to 1/16 കിട്ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, R2 is equal to 16 R1 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ റേറ്റിന്റെ 16 മടങ്ങാണ്, ടൈംസ് ആണ് രണ്ടാമത്തെ റേറ്റ്. അതായത് R2 is equal to 16 ടൈംസ് എന്താ പറയാ R1 എന്ന് കിട്ടും. നമുക്ക് ഓപ്ഷനിൽ 16 ടൈംസ് ഉണ്ടോ എന്ന് നോക്കാം. യെസ്, ഇത് ഓപ്ഷനിൽ ആദ്യം തന്നെ ഉണ്ട്, 16 ടൈംസ് എന്നുണ്ട്. സോ ആദ്യത്തെ ഓപ്ഷൻ A തന്നെയാണ് കറക്റ്റ്. സോ ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോ ഞാൻ തിയറി പറയാത്ത കുറെ പ്രോബ്ലംസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ പ്രോബ്ലംസ് എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്ഷനിൽ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഓക്കെ. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി വെച്ചിട്ട് ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. സോ അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. അതായത് എങ്ങനെ ചെയ്യും നമുക്ക് ജസ്റ്റ് എടുത്ത് നോക്കാം. വലിയ സംഭവം കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഒന്നാമത് എന്റെ വീട്ടിലല്ല. ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ചിലപ്പോൾ ചെറിയ നോയ്സ് ഉണ്ടാവും. അത് എന്താ വെച്ചാൽ ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ വീട്ടിലല്ല, കാരണം എക്സാമും കാര്യങ്ങളായിട്ട് ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരെ പെട്ടെന്ന് അടുത്ത് തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാ വോയിസും ക്ലിയർ ആക്കാം. ഓക്കെ, വിഷയമല്ല. സോ നമുക്ക് നോക്കാം എന്താണ് അവസാനത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് 100 gram ഓഫ് 20 degree Celsius വാട്ടർ വെൻ. അപ്പൊ നമ്മളെ കയ്യിൽ ആദ്യം എന്തുണ്ട്, അപ്പൊ നമ്മൾ ആദ്യ കയ്യില്
നമ്മളെ കയ്യിൽ ഒരു ബീക്കർ, ഈ ബീക്കറിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബീക്കറിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബീക്കറിൽ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബീക്കറിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പൊ വാട്ടർ ആണ് ഈ ബീക്കറിൽ ഇപ്പൊ ഉള്ളത്. ഓക്കെ, ഈ ബീക്കറിൽ വാട്ടർ ഉള്ളത്. സോ വാട്ട് ഇസ് ദ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് 100 ഡിഗ്രി സെൽഷ്യസ് ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ, 100 gram ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ. അപ്പൊ ഇതിന്റെ മാസ് എത്ര തന്നിട്ടുണ്ട്? എത്ര മാസ് ഓഫ് വാട്ടർ MW എന്ന് എടുക്കുകയാണ്, 100 gram തന്നിട്ടുണ്ട്. ഇപ്പോ ഇതിന്റെ ടെമ്പറേച്ചർ എത്ര 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഞാൻ ഇതിനെ θ1 എന്ന് എടുത്തു. ആദ്യത്തെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഓഫ് വാട്ടർ. ഓക്കെ, വെൻ 100 gram ഓഫ് 40 ഡിഗ്രി അയൺ നെയിൽ ആർ സബ്മേർജ്ഡ് ഇൻ ഇറ്റ്. അപ്പൊ ഇനി ഇതിലേക്ക് എന്ത് വരികയാണ്? ഒരു ആണി വരികയാണ്, ഒരു അയൺ നെയിൽ ഞാൻ ഇതിൽ കൊണ്ടുപോയിട്ട് മുക്കുകയാണ്. ഈ അയൺ നെയിലിന്റെ മാസ് എന്ന് പറയുന്നത്, അയൺ നെയിലിന്റെ മാസിന് ഞാൻ എന്ത് ചെയ്തു? MS എന്ന് എടുത്തു. അയൺ നെയിലിന്റെ മാസ് എത്ര 100 gram തന്നെയാണ്. അപ്പൊ അതിനൊരു ടെമ്പറേച്ചർ ഉണ്ട്. എത്ര അയൺ നെയിലിന്റെ ടെമ്പറേച്ചർ ഞാൻ θ2 എന്ന് എടുത്തു. എത്ര കിട്ടി? 40 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. ഓക്കെ, എത്ര കിട്ടി? 40 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് അതിന്റെ അയൺ നെയിലിന്റെ ടെമ്പറേച്ചർ. θ2 എന്ന് എടുത്തു, 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എന്താ പറയാ അയൺ ഈസ് 0.12 കലോറി. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് ഓഫ് അയൺ ഞാൻ എന്ത് ചെയ്തു? CS എന്ന് വിളിക്കുകയാണ്. എത്ര 0.12 എന്ന് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എത്ര 1 ആണ്. കാരണം കലോറി പ്ലസ് ഗ്രാം ഡിഗ്രി സെൽഷ്യസിനാണ് യൂണിറ്റ് എന്നുണ്ടെങ്കിൽ CW എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ 1 ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ ആദ്യം അയണിന്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രി ആണ്, വാട്ടറിന്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി ആണ്. സോ ഇതിൽ ഒരു മാറ്റം വരും. ഇപ്പോൾ ഉള്ള ഈ രണ്ട് ടെമ്പറേച്ചറും കൂടെ, അതായത് രണ്ട് സാധനങ്ങളും ഡിഫറെന്റ് എന്താ പറയാ സംഭവങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ മാറ്റം വരും. ഇതിന്റെ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? മാറ്റം വരും. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ടെമ്പറേച്ചർ എങ്ങനെ മാറും എന്ന് അറിയോ? ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അയണിന്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രി ആണ്, θ1 അതിന്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി ആണ്. ഇങ്ങനെ രണ്ടെണ്ണം പിടിച്ച് മുക്കിയാൽ ഇതിന്റെ റിസൾട്ടന്റ് ടെമ്പറേച്ചർ, അതായത് ഈ വെള്ളം ഇതും കൂടെ മിക്സ് ആകുമ്പോൾ ഇതിനൊരു പുതിയ ടെമ്പറേച്ചർ ഉണ്ടാവും. സപ്പോസ് ആ പുതിയ ടെമ്പറേച്ചർ θ3 ആയിക്കോട്ടെ. പുതിയ ടെമ്പറേച്ചർ എത്ര? θ3 ആയിക്കോട്ടെ. ഈ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളെ വലിയ ടെമ്പറേച്ചർ ആയ അയണിന്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, അതിനേക്കാളും ഒരിക്കലും കൂടും ചെയ്യൂല. അതേപോലെ വാട്ടറിന്റെ ടെമ്പറേച്ചർ ആയ 20 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, അതിനേക്കാൾ ഒരിക്കലും കുറയും ചെയ്യൂല. അതായത് 40 ഡിഗ്രി സെൽഷ്യസിനും 20 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ, തന്ന ടെമ്പറേച്ചറിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഏതെങ്കിലും ആൻസർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ്. ഇപ്പൊ സപ്പോസ് നമ്മൾ ഓപ്ഷനിൽ 45 ഡിഗ്രി ഉണ്ട്, 15 ഡിഗ്രി ഉണ്ട്, 47 ഉണ്ട്, അതേപോലെ 18 ഉണ്ട്, അതേപോലെ 23 ഉണ്ട്. അങ്ങനെയെങ്കിൽ 14, 20 തന്നതിന്റെ ഇടയിലുള്ള ടെമ്പറേച്ചർ ഏതായിരിക്കും? 23. സോ അതായിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ഒരിക്കലും അത് എല്ലാ മിക്സിങ്ങിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരിക്കലും അതിന്റെ ഹയർ ടെമ്പറേച്ചറിനേക്കാൾ കൂടില്ല, ലോവർ ടെമ്പറേച്ചറിനേക്കാൾ കുറയൂല. ഓക്കെ, സോ ഇനി ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ ഞാൻ ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടെണ്ണം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കലോറിമെട്രിന്റെ പ്രിൻസിപ്പിൾ ആണ്. എന്താണ് കൊടുക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് എന്താ പറയാ കലോറിമെട്രി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ യൂസ് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി? ഒരൊറ്റ ഇക്വേഷനുള്ളൂ. ഹീറ്റ് ഗെയിൻ ഈസ് ഈക്വൽ ടു എന്താ പറയാ ഹീറ്റ് ലോസ്. എന്താണ്? ഹീറ്റ് ഗെയിൻ ഈസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്. സോ ഇതാണ് എന്താ പറയാ ഇവിടുത്തെ ആൻസർ വരുന്നത്. ഹീറ്റ് ഗെയിൻ ഈസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്. അതായത് എത്ര ഹീറ്റ് ഗെയിൻ ചെയ്തു അതേ ഈക്വൽ ടു എന്തായിരിക്കും എത്ര ഹീറ്റ് ലോസ് ചെയ്തു. അതാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഹീറ്റ് ഗെയിൻ ഈസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്. അപ്പോ നമുക്കറിയാം ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു MC θ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഹീറ്റ് ഗെയിൻ കാണാൻ പോവാം. സോ ഇതൊരു ഇക്വേഷൻ നമ്പർ 1 ആണ്. സോ ഹീറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ MC θ ആണ് അല്ലെ. ഇവിടെ ആരാണോ ഗെയിൻ ചെയ്തത്? ആരാണ് ഇവിടെ ഹീറ്റ് സ്വീകരിച്ചത്? വാട്ടർ ആണ് ഇവിടെ ഹീറ്റ് സ്വീകരിച്ചത്. കാരണം വാട്ടറിലോട്ടാണ് ഹൈ ടെമ്പറേച്ചർ ഉള്ള എന്ത് വീഴുന്നത്? അയൺ വീഴുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഈ വാട്ടറിന്റെ എന്ത് ചെയ്യും? ഹീറ്റ് കൂടും. 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടാൽ വെള്ളത്തിന് ചൂടാവൂലേ. സോ 20 ഡിഗ്രി സെൽഷ്യസിന് എത്രക്കോ ഈ വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂടും. സോ അതാണ് ഇവിടെ ഹീറ്റ് ഗെയിൻ ചെയ്തത് ആരാണ്? വാട്ടർ ആണ്. ഇവിടെ ഹീറ്റ് ഗെയിൻ ചെയ്തത് വാട്ടർ ആണ്. ആരെ ഹീറ്റാ ലോസ് ചെയ്തത്? ഈ അയൺ നെയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ഇതിൽ കൊണ്ട് വെള്ളത്തിൽ പിടിച്ച് മുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ടെമ്പറേച്ചർ കുറയും. നിങ്ങൾക്കറിയാം ഇപ്പൊ എന്ത് സാധനം വെള്ളത്തിലിട്ട് അതിന്റെ ടെമ്പറേച്ചർ കുറയും. സോ അയൺ ആണ് ഇവിടെ ലോസ് ചെയ്തത്. അയൺ ആണ് ഇവിടെ ലോസ് ചെയ്തത്. സോ ഹീറ്റ് ഗെയിൻ ഈസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്. Q ഈസ് ഈക്വൽ ടു എന്താണ്? MC θ ആണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ വാട്ടർ ആണ് ഹീറ്റ് ലോസ് ചെയ്തത്. സോ ഇവിടെ MC θ, ആദ്യം MC θ M, ഇവിടെ വാട്ടർ ആണ് MW എന്ന് ഇട്ടു. പിന്നെ സ്പെസിഫിക് ഹീറ്റ് എത്ര? CW എന്ന് എടുത്തു. ഇനി θ വാട്ടറിന്റെ ടെമ്പറേച്ചർ എത്രയോ? θ1 ആണ്. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. θ1 ആണ്. ആ θ1 ഇപ്പൊ θ1 അല്ല, കാരണം എത്രക്കോ കൂടി.
കാരണം ഇവിടെ നമുക്കുള്ള ഫൈനൽ ടെമ്പറേച്ചറിൽ എത്രയായിരിക്കും, അതായിരിക്കും വാട്ടറിന്റെ ടെമ്പറേച്ചർ. അതായത് θ3 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇവിടെ θ3 ആണോ θ1 ആണോ വലുത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 20°C കൂടുതലായിരിക്കും റിസൾട്ടന്റ് ടെമ്പറേച്ചർ. സോ θ3 ആണ് ഇവിടെ വലുത്. ഓക്കെ, θ3 ആണ് ഇവിടെ വലുത്. കാരണം ഇതിലേക്ക് ആണ് ഇട്ടപ്പോൾ ഈ ഒരു വാട്ടറിന്റെ ടെമ്പറേച്ചർ മാറി. ഈ ഒരു വാട്ടറിന്റെ ടെമ്പറേച്ചർ എത്രയോ ആയി, അതാണ് റിസൾട്ടന്റ് ടെമ്പറേച്ചർ θ3. അത് 20° എന്ന് പറഞ്ഞ θ1 കൂടുതലായിരിക്കും. സോ വലുത് മൈനസ് ചെറുത്, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. വലുത് മൈനസ് ചെറുത്. അപ്പൊ θ3 മൈനസ് എന്ത് ചെയ്യണം, θ1 എന്ന് നമ്മൾ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, θ3 മൈനസ് എന്ത് ചെയ്യണം, θ1 എന്ന് നമുക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത ഹീറ്റ് ലോസ്, അത് അയൺ ആണ്. അപ്പൊ എം സി തീറ്റ, അപ്പൊ എം സി തീറ്റിന് പകരം അയന്റെ മാസ് എം എസ് ആണ്, പിന്നെ സ്പെസിഫിക് ഹീറ്റ് സി എസ് ആണ്. ദെൻ ഇവിടെ തീറ്റ എന്തായിരിക്കും, അയന്റെ ടെമ്പറേച്ചർ θ2 ആണ് തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളിത് മുക്കിയ ശേഷം θ3 ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹയർ ടെമ്പറേച്ചർ ആയ 40°C എന്തായിരിക്കും, കുറവായിരിക്കും റിസൾട്ടന്റ് ടെമ്പറേച്ചർ. അതായത് 40°C ആയ θ2 കൂടുതലും θ3 കുറവായിരിക്കും. സോ വലുത് മൈനസ് ചെറുത് ചെയ്യണം. അതായത് θ2 മൈനസ് θ3 ചെയ്യണം. എങ്ങനെ ചെയ്യണം, θ2 മൈനസ് θ3 നമ്മൾ ചെയ്യണം. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, എം ഡബ്ല്യു സി ഡബ്ല്യു അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. എം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എത്ര, 100 ഗ്രാം ആണ്. സി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ സി ജി എസ് യൂണിറ്റിൽ 1 ആയിരിക്കും. സോ എം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 100 ആണ്. സോ 100 ഇൻറ്റു 1 ഇൻറ്റു θ3 കാണേണ്ട സാധനം അതാണ്. θ3 മൈനസ് θ1. നിങ്ങൾ കെൽവിൻക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ല, തന്നത് അതേപോലെ എഴുതിക്കോ. കാരണം ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഈസ് ഈക്വൽ ടു എം എസ്, അത് സ്റ്റീലിന്റെ മാസ് തന്നിട്ടുണ്ട് 100. സി എസ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അണ്ടർസ്റ്റുഡ് ആണ്. എത്ര സി എസ് എത്ര, 0.12 കലോറി ഗ്രാം ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് സ്റ്റീൽ ആട്ടോ, 0.12 കലോറി അതാണ്. പിന്നെ θ2 മൈനസ് θ3, θ2 എത്രയാണ്, θ2 നമുക്ക് 40° ആണ് തന്നിട്ടുണ്ട്. മൈനസ് θ3 ആണ് കാണേണ്ടത്, മൈനസ് θ3 ആണ് കാണേണ്ടത്. അപ്പോ നമുക്കിത് ചെയ്ത് നോക്കാം. ഇവിടെ 100 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. സോ അത് രണ്ടും കട്ട് ഓഫ് ചെയ്തു. പിന്നെ ഇവിടെ എന്താ 1 ഇൻറ്റു 3 θ3 മൈനസ് 20, അത് അങ്ങനെ തന്നെ. സോ θ3 മൈനസ് 20 ഈസ് ഈക്വൽ ടു ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 0.12 ഇൻറ്റു 40 അല്ലെ. സോ 0.12 ഇൻറ്റു 40 ഇത് നിങ്ങൾക്ക് 4.8 ആ കിട്ടുക. മൈനസ് എന്ത് കിട്ടും, 0.12 ഇൻറ്റു θ3 എന്തായിരിക്കും, 0.12 θ3 ആയിരിക്കും. സോ ഇത് എങ്ങനെ ചെയ്യും, ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ഈ 20നെ നേരെ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ -20 + 20 ആവും. പോയിന്റിനെ മൈനസ് നേരെ ഇങ്ങോട്ട് എടുക്കും. അപ്പൊ എന്ത് കിട്ടും, θ3 പ്ലസ് 0.12 θ3 ഈസ് ഈക്വൽ ടു 4.8 പ്ലസ് ഈ -20 ഇങ്ങോട്ട് എത്തുമ്പോൾ +20 ആവും. ഓക്കെ, സോ അടുത്തത് 20 പ്ലസ് 4.8 എത്ര, 24.8 ആണ്. θ3 പ്ലസ് 0.12 θ3 അതായത് എത്ര, 1.12 θ3 എന്ന് കിട്ടും. സോ θ3 ഈസ് ഈക്വൽ ടു 24.8 all divided by 1.12. സോ ഇത് നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും, you will get answer as 22 എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. സോ ദ ആൻസർ ഈസ് 22 ഡിഗ്രി, അല്ലെങ്കിൽ 22°C. കാരണം നമ്മൾ ഡിഗ്രിയിലാണ് എടുത്തത്. സോ 22°C. സോ നിങ്ങൾ നോക്കേണ്ട സാധനം, ഏതൊരു സാധനം മിക്സ് ചെയ്യുമ്പോഴും വലിയ ടെമ്പറേച്ചറിന്റെയും ചെറിയ ടെമ്പറേച്ചറിന്റെയും ഇടയിലായിരിക്കും റിസൾട്ടന്റ് ടെമ്പറേച്ചർ θ3. അപ്പൊ എന്ത് ചെയ്യണം, വലിയ ടെമ്പറേച്ചർ മൈനസ് ചെറിയ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ചെറിയ റിസൾട്ടന്റ് ടെമ്പറേച്ചർ മൈനസ് ചെറിയ ടെമ്പറേച്ചർ. അപ്പൊ പറഞ്ഞാൽ മനസ്സിലായാലോ, ഏത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് ഇതിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ എന്താ 50 ഡിഗ്രി ആണ്, നമ്മളൊരു 100°C സാധനത്തിന് എടുത്തു. സോ ടെമ്പറേച്ചർ മാറി. അപ്പൊ എന്ത് ചെയ്യും, എന്തോ ടെമ്പറേച്ചർ ആവും തീറ്റ. അപ്പൊ ഇത് എങ്ങനെ ഇക്വേറ്റ് ചെയ്യേണ്ടത്, 100 മൈനസ് θ ഈസ് ഈക്വൽ ടു θ മൈനസ് 15 ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ എം സി ഒക്കെ ഉണ്ടാവും, എം സി തീറ്റ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഡിഫറൻസ് അങ്ങനെ എടുക്കുന്നത് വലുത് മൈനസ് ചെറുത്, ഏതും അങ്ങനെ തന്നെ കേട്ടോ. എം സി അങ്ങനെ തന്നെ എടുക്കണം. അതായത് ചെറിയ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിരിക്കും റിസൾട്ടന്റ് ടെമ്പറേച്ചർ, അതേപോലെ തന്നെ വലിയ ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കും ഇത്. തന്ന ടെമ്പറേച്ചറിന്റെ ഇടയിലാണ് എപ്പോഴും ആൻസർ കിടക്കുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. സോ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം, ഞാൻ എന്തായാലും പറഞ്ഞിരുന്നതായിരിക്കും. സോ താങ്ക് യു.